സലാം പറയാ, ഏത് കോളിനും സലാം പറയാ. സംസാരം കോൺവെർസേഷൻ അവസാനിക്കുമ്പോൾ വഅലൈക്കും സലാം എന്ന് പറയാം. സലാം അടക്കുക ഭയങ്കര ലാഭമാണ്. നമ്മൾ ഒരുപാട് തവണ ഫോണിലൂടെ സംസാരിക്കുന്ന കാലമാണിപ്പോൾ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച മറന്നുപോയി. കമ്പനി ഫോണെന്ന് ദയവ് ചെയ്ത് നിങ്ങളെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വിളിക്കരുതേ. ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കതിന് അലൗഡാണ്, നിങ്ങൾക്കതിന് അനുമതി ഉണ്ട്, പൊരുത്തുണ്ട് എങ്കിൽ ചെയ്തു. എന്നല്ലാതെ ഒരാളെ അറിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാവും. ചില ലാൻഡ് ഫോണിൽ ഫോൺ വരുമ്പോൾ തിരിച്ചു വിളിക്കാറില്ല. ഒരു പക്ഷെ നമ്മൾ തിരിച്ചു വിളിച്ച ആളെ പണി പോയി പോകും. ഇതാരാ വിളിച്ചത്, എന്തിനാ വിളിച്ചത്, റിസപ്ഷനിസ്റ്റാകാരൻ ഡൈവേർട്ട് ചെയ്യാ അല്ല, ഇങ്ങനൊരു വിളി ആൾക്ക് പോയി, എന്തിനു വിളിച്ചു. അപ്പൊ അത് ചെയ്യണ്ട. അവനവന്റെ പൈസയിൽ നിന്ന് ഹലാലായതുകൊണ്ട് വിളിച്ചാൽ മതി. എന്ത് ചെയ്യരുത്, നമ്മൾ കമ്പനി വാഹനം നമ്മുടെ പ്രൈവറ്റ് ആവശ്യം ഉപയോഗിക്കാൻ പറ്റില്ല. കമ്പനി ഫോണ് നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല. നമ്മുടെ ആ കമ്പനി ചേരുന്ന ടെലിഫോൺ അലവൻസ് ഉണ്ടാവും. നമ്മൾ ചങ്ങായിമാർക്ക് വിളിച്ച് നേരം കളയണ്ട. അങ്ങനെ ഉണ്ടാവും. ചൊല്ലു ഭയങ്കര ഫോൺ വിളി, പിന്നെ വിളിക്കില്ല. എന്റെ ആ പണി പോയോടോ. അപ്പൊ ഫോണിന് 300 രൂപ അലവൻസ് ഉണ്ടായിരുന്നേ, അപ്പൊ ഭയങ്കര വിളിയായിരുന്നു. ഇപ്പൊ അതില്ല. സുബ്ഹാനല്ലാഹ്, അതൊക്കെ കുറ്റകരമാണ്. ചെയ്യരുത്, വഞ്ചനയാണ്. നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. ഇപ്പൊ സലാം പറയുമ്പോൾ സലാം പറഞ്ഞ് തുടങ്ങുന്ന സംസാരം അതാണ് സലാമുൻ. അല്ലാഹു തആല അഫ്ശുസ് സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുവിൻ. അത്ഇമുത് തുആം, ഭക്ഷണം കൊടുക്കുവിൻ. ഇന്നാരോ ഇവിടെ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആരാണോ കൊണ്ടുവന്നത് അവർക്ക് അല്ലാഹു തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തെ ഭക്ഷണവും പാനീയവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അത്ഇമുത് തുആം സ്വലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമേ. സ്വല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം. സലാമുൻ, അല്ലാഹു പറയുന്ന വാക്ക് സലാം എന്നാണ്. അല്ലാഹു തആല സലാം വർദ്ധിപ്പിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്യാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാതെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സലാമുൻ ഖൗലൻ മിർ